السلام عليكم ورحمة الله. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. بسم الله الرحمن الرحيم. عن أم حبيبة رضي الله تعالى عنها زوج النبي صلى الله عليه وسلم أنها قالت: سمعت رسول الله صلى الله عليه وسلم يقول: ما من عبد مسلم يصلي لله كل يوم 12 ركعة تطوعا غير فريضة إلا بنى الله له بيتا في الجنة. أخرجه مسلم. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം മുസ്ലിമും മറ്റുള്ളവരും നിവേദനം ചെയ്തിട്ടുള്ള നമസ്കാരത്തെ സംബന്ധിക്കുന്ന ഒരു ഹദീസാണ് നാം ഇന്ന് പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നാം നിർവഹിക്കുന്ന ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരം. നിത്യേന എന്നോണം അള്ളാഹുവുമായി നമ്മളെ ഏറെ ബന്ധിപ്പിക്കുന്ന പ്രധാന ഇബാദത്ത് കൂടിയാണ് നമസ്കാരം. ആ നമസ്കാരം കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും പലപ്പോഴും അത് പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കാൻ കഴിയാതെ വരാറുണ്ട്. നമസ്കാരത്തിൽ ചില പാകപ്പിഴവുകളും പോരായ്മകളുമൊക്കെ പലപ്പോഴും നമസ്കാരത്തിലൊക്കെ ഉണ്ടാകും. അങ്ങനെ സംഭവിക്കുമ്പോൾ അത് പരിഹരിക്കുവാനുള്ളൊരു മാർഗവും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നിശ്ചയിച്ചിരിക്കുകയാണ്. നമ്മുടെ ആരാധനാകർമ്മങ്ങളിൽ പരലോകത്ത് ചെല്ലുമ്പോൾ ആദ്യം വിചാരണയ്ക്ക് വിധേയമാകുന്ന ഇബാദത്ത് നമസ്കാരമാണ്. നമസ്കാരത്തെക്കുറിച്ചുള്ള വിചാരണ പൂർത്തീകരിക്കപ്പെട്ട ശേഷം മാത്രമാണ് മറ്റ് ഇബാദത്തുകളെ സംബന്ധിച്ചുള്ള വിചാരണയുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തന്നെ ആ കാര്യം നമ്മളോട് വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യം അള്ളാഹു ചോദിക്കുന്ന കർമ്മം നമസ്കാരമാണ്. എന്നിട്ട് ഫർള് നമസ്കാരങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിൽ നിന്ന് ചോദ്യമുണ്ടാവുകയും ആ നമസ്കാരങ്ങൾ കൃത്യമായുമാണെങ്കിൽ അവൻ്റെ കാര്യം വിജയത്തിലേക്കാണ്. ഇനി ആ ഫർള് നമസ്കാരങ്ങളിൽ വല്ല കുറവുകളും ന്യൂനതകളും അവനുണ്ടെങ്കിൽ മലക്കുകളോട് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പുണ്ടാകും: ഫഹൽ ലഹു മിൻ തതവ്വു, അവന് സുന്നത്തായ നമസ്കാരങ്ങളുണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ എന്ന്. സുന്നത്ത് നമസ്കാരങ്ങളുണ്ടെങ്കിൽ അത് മുഖേന ഫർള് നമസ്കാരത്തിൽ വന്ന കുറവുകൾ അള്ളാഹു പരിഹരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കും. ഇങ്ങനെ നമ്മുടെ നമസ്കാരമാണ് ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത്. അത് ഫർള് നമസ്കാരമായിരിക്കും. ആ ഫർള് നമസ്കാരത്തിൽ കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗമായി സ്വീകരിക്കുന്നത് സുന്നത്ത് നമസ്കാരങ്ങളാണ്. സുന്നത്ത് നമസ്കാരങ്ങൾ വിവിധ സമയങ്ങളിലും വിവിധ നമസ്കാരങ്ങളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി. നിത്യജീവിതത്തിലുള്ള സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം നിർവഹിക്കപ്പെടുന്ന, ജമാഅത്തായി നിർവഹിക്കപ്പെടുന്ന രീതിയിലുള്ള നമസ്കാരങ്ങളുമുണ്ട്. നിത്യജീവിതത്തിലുള്ള നമസ്കാരത്തിൽ പ്രധാനപ്പെട്ടതാണ് രാത്രിയുള്ള തഹജ്ജുദും വിത്തറും. അതേപോലെ പ്രധാനപ്പെട്ട നമസ്കാരമാണ് ഓരോ ദിനവും ഫർള് നമസ്കാരങ്ങളോട് ചേർന്ന് വരുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ. അതിന് അറബിയിൽ പറയുന്ന പേര് റവാത്തിബ് സുന്നത്ത് എന്ന പേരിലാണ് അത് പരിചയപ്പെടുത്തുന്നത്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയുന്നു: സമഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു: മാമിൻ അബ്ദിൻ മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി കുല്ല യൗമിൻ, ഏതൊരു മുസ്ലിമായ മനുഷ്യനും എല്ലാ ദിവസവും
അള്ളാഹുവിന് വേണ്ടി സിന്തൈ അഷറ റകഅത്തൻ 12 റകഅത്ത് നമസ്കരിക്കുന്നു, തതവ്വുഅൻ സുന്നത്തായിക്കൊണ്ട്. അത് തന്നെ ഒന്നുകൂടി വ്യക്തമായി റസൂലുള്ളാഹി പറഞ്ഞു, ഗൈറ ഫരീളത്തിൻ ഫർളല്ലാത്ത. ഫർള് നമസ്കാരത്തിൻ്റെ പുറമെ സുന്നത്ത് നമസ്കാരം ഒരു ദിവസം 12 റകഅത്ത് ഒരാൾ നമസ്കരിക്കുന്നുവെങ്കിൽ ഇല്ലാ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ഭവനം അള്ളാഹു അവന് വേണ്ടി നിർമ്മിക്കാതിരിക്കില്ല. അപ്പോൾ ഒരു ദിവസം 12 റകഅത്ത് ഫർള് നമസ്കാരത്തിൻ്റെ പുറമെ സുന്നത്ത് നമസ്കരിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് അള്ളാഹു തീർച്ചയായും സ്വർഗത്തിലൊരു ഭവനം നൽകും എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ശൈലി അതാണ്. ഇല്ലാ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ഭവനം അവൻ അള്ളാഹു നിർമ്മിക്കാതിരിക്കില്ല എന്നാണ്. അപ്പോൾ തീർച്ചയായും സ്വർഗത്തിൽ ഒരു ഭവനം ഒരാൾക്ക് ലഭിക്കുവാൻ മതിയായ സൽക്കർമ്മമാണ് ഓരോ ദിവസവും 12 റകഅത്ത് നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത്. ഇതിലധികവും സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. 12 റകഅത്തിൽ പരിമിതമല്ല, അതിനേക്കാൾ കൂടുതലായി നമസ്കരിക്കാം. പൊതുവായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ 2 റകഅത്ത് സുന്നത്തുണ്ട്. ഇപ്പോൾ ബാങ്ക് വിളിച്ച ശേഷം 2 റകഅത്ത് സുന്നത്ത് നമസ്കാരം ഫർള് നമസ്കാരത്തിൻ്റെ മുമ്പുണ്ട് എന്നർത്ഥം. എങ്കിലും അതിൽ നിന്ന് പ്രധാനമായിട്ടുള്ളതാണ് ഈ 12 റകഅത്ത് എന്ന് പറയുന്നത്. അതിൽ തന്നെ 10 റകഅത്താണ് ഏറ്റവും മോക്കതായത്. ഏറ്റവും പ്രധാനപ്പെട്ടത് 10 എണ്ണമാണ്. 12 റകഅത്തും 10മായി എണ്ണുമ്പോഴുള്ള വ്യത്യാസം ളുഹർ നമസ്കാരത്തിൻ്റെ മുമ്പ് എത്ര റകഅത്താണ് എന്നാണ്. 12 റകഅത്ത് എണ്ണുന്നിടത്ത് ളുഹറിൻ്റെ മുമ്പ് 4 പരിഗണിക്കുന്നത്. 10 റകഅത്ത് പറയുന്നിടത്ത് ളുഹറിൻ്റെ മുമ്പ് 2 പരിഗണിക്കുന്നത്. ബാക്കിയുള്ളത് ളുഹറിൻ്റെ ശേഷവും മഗ്രിബിൻ്റെ ശേഷവും ഇശായുടെ ശേഷവുമുള്ള 2 റകഅത്താണ്. ഈ 3 നമസ്കാരങ്ങളുടെയും ശേഷം 2 റകഅത്ത് മുഅക്കദായ പ്രധാനപ്പെട്ട സുന്നത്താണ്. മറ്റൊരു നമസ്കാരം ഫജ്ർ നമസ്കാരത്തിൻ്റെ മുമ്പാണ്. ഫജ്റിൻ്റെ മുമ്പ് 2 റകഅത്ത്, ളുഹറിൻ്റെ മുമ്പ് 2 റകഅത്ത്, ളുഹറിൻ്റെ ശേഷം 2, മഗ്രിബിൻ്റെ ശേഷം 2, ഇശായുടെ ശേഷം 2. സുന്നത്ത് നമസ്കാരം വിരോധിക്കപ്പെട്ടത് അസറിൻ്റെ ശേഷവും ഫജ്റിൻ്റെ ശേഷവുമാണ്. ഫജ്റിൻ്റെ ശേഷം പ്രത്യേക റവാത്തിബ് സുന്നത്തില്ല. അതേപോലെ തന്നെ അസറിൻ്റെ ശേഷവും പ്രത്യേക റവാത്തിബ് സുന്നത്തില്ല. എന്ന് മാത്രമല്ല, നമസ്കാരം വിരോധിക്കപ്പെട്ട സമയങ്ങളിൽ ഒന്നാണ് ഫജ്ർ നമസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ പിന്നെ നമസ്കാരങ്ങളൊന്നുമില്ല. അതേപോലെ അസ്ർ നമസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ച് കഴിയുന്നത് വരെയുള്ള സമയത്തിനിടയിൽ പ്രത്യേകം സുന്നത്ത് നമസ്കാരങ്ങളില്ല. അതുപോലെ സൂര്യൻ അസ്തമിക്കുന്ന സമയം, സൂര്യൻ മധ്യത്തിലെത്തുന്ന സമയം, ഉച്ചയ്ക്ക് മധ്യത്തിലെത്തുന്ന സമയം, സൂര്യൻ ഉദിക്കുന്ന സമയം, ആ സമയത്ത് നമസ്കരിക്കുന്നത് പ്രത്യേകം വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദിച്ച് ഉയരണം, അല്പം ഉയരണം, ഒരു 10-15 മിനിറ്റ് ആവണം എന്നർത്ഥം. അതേപോലെ തന്നെ സൂര്യൻ ഉച്ചയ്ക്ക് മധ്യത്തിലെത്തിയാൽ ആ മധ്യത്തിൽ നിന്ന് നീങ്ങി ആ സമയത്താണ് നമ്മൾ ളുഹറിൻ്റെ ബാങ്ക് വിളിക്കുന്നത്. അസ്തമിച്ച് തുടങ്ങിയാൽ അസ്തമിച്ച് കഴിഞ്ഞ വരെയുള്ള സമയം, ആ അസ്തമയ സമയം, ആ സമയത്തും നമസ്കാരം വിരോധിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അനുവദിച്ചതും നിർദ്ദേശിച്ചതും പ്രാധാന്യമുള്ളതുമായി നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് 10 റകഅത്താണ്. ളുഹറിൻ്റെ മുമ്പ് 2, ളുഹറിൻ്റെ ശേഷവും 2. അതേപോലെ തന്നെ മഗ്രിബിൻ്റെ ശേഷം 2, ഇശായുടെ ശേഷം 2, ഫജ്റിൻ്റെ മുമ്പ് 2. ഇങ്ങനെ 10 റകഅത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അദ്ദേഹം നമസ്കരിച്ച അനുഭവം നമുക്ക് പങ്കുവെക്കുകയാണ്. സ്വല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബല ളുഹ്രി സജദതൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ളുഹറിൻ്റെ മുമ്പ് 2 സുജൂദ് അഥവാ 2 റകഅത്ത് ഞാൻ നമസ്കരിച്ചു. വ ബഅദഹാ സജദതൈൻ, ളുഹറിൻ്റെ ശേഷവും 2 റകഅത്ത് നമസ്കരിച്ചു.
വബഅദൽ മഗ്രിബി സജദത്തൈൻ, മഗ്രിബിൻ്റെ ശേഷം 2 റക്അത്ത്. വബഅദൽ ഇശാ സജദത്തൈൻ, ഇശായുടെ ശേഷം 2 റക്അത്ത്. വബഅദൽ ജുമുഅത്തി സജദത്തൈൻ, ജുമുഅ നമസ്കാരത്തിൻ്റെ ശേഷം 2 റക്അത്ത്. ഇതെല്ലാം നമസ്കരിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫഅമ്മൽ മഗ്രിബു വൽ ഇശാ വൽ ജുമുഅ, മഗ്രിബും ഇശാഉം ജുമുഅയും ഇവയുടെ സുന്നത്ത് നമസ്കാരം ഞാൻ നിർവഹിച്ചത് ഫസല്ലൈതു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതിഹി, നബിയോടൊപ്പം ഞാൻ ആ നമസ്കാരത്തിൽ പങ്കെടുത്തത് ഫീ ബൈതിഹി, പ്രവാചകൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ടാണ്. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് പള്ളിയേക്കാൾ നമസ്കരിക്കാൻ ഉത്തമം വീടാണ്. വീടാണ് ഉത്തമം. പക്ഷെ വീട്ടിൽ പോവുകയും നമസ്കരിക്കുകയും ചെയ്യാൻ സൗകര്യമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പള്ളി തന്നെയാണ് ഉത്തമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യവും ആളുകളോട് പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. വീട്ടിൽ നിങ്ങൾ നമസ്കാരത്തിൻ്റെ ഒരു പങ്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞത്, വീട്ടിനൊരു പങ്ക് നൽകണമെന്നാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിക്കവാറും ഈ സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ടാണ് പള്ളിയിലെ ജമാഅത്തിനെ വരിക. പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോയി അവിടെ നിന്നാണ് നമസ്കരിക്കാറുമുള്ളത്. മിക്കവാറും അങ്ങനെയാണ്. അതിന് വിപരീതമായിട്ടും ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫസല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂതിക്കും, ജനങ്ങളെ നിങ്ങളെ വീട്ടിൽ വെച്ച് നിങ്ങൾ നമസ്കരിക്കണം. ഫഇന്ന അഫ്ളല സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ, ഫർള് നമസ്കാരമല്ലാത്തത് ഒരാൾ തൻ്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണ് അഫ്ളല്, ശ്രേഷ്ഠമേറിയത്. അപ്പോൾ സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതിന് പ്രാധാന്യം, ഫർള് നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ച് തന്നെ നിർവഹിക്കുകയും ചെയ്യണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുക, ലാ തജ്അലൂഹാ ഖുബൂറ, വീടുകൾ നിങ്ങൾ ഖബറിടങ്ങളാക്കി മാറ്റരുത്. വീട് ഖബറിടം പോലെ ആക്കരുത്. കാരണം ഖബറിടത്തിൽ നമസ്കാരമില്ല, മഖബറയിൽ നമസ്കാരമില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീടും അതേപോലെ ആയിപ്പോകരുത്. അതിനാൽ നിങ്ങൾ എന്തു വേണം? വീട്ടിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ സുന്നത്ത് നമസ്കാരങ്ങളിൽ ചിലത് നിർവഹിക്കുക. അങ്ങനെ നമസ്കാരത്തിൻ്റെ സുന്നത്തായ ചില ഭാഗങ്ങൾ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്ന പോലെ തന്നെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സൗകര്യപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നത് ഉത്തമമാണ്. വീട്ടിൽ വെച്ച് അങ്ങനെ നമസ്കരിക്കുന്നത് കൊണ്ട് ആ വീട്ടിൽ ഖൈറുണ്ടാകും, നന്മയുണ്ടാകും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. വീട്ടിൽ വെച്ച് നമസ്കരിച്ചാൽ അതിൻ്റെ പരിണിത ഫലമായി വീട്ടിൽ നിങ്ങൾ നമസ്കരിക്കുമ്പോൾ അത് ഖൈറായിത്തീരും എന്ന് പറയുന്നുണ്ട്. ഫഇന്നല്ലാഹ ജാഇലും ഫീ ബൈതിഹി സ്വലാത്തഹു ഖൈറ, വീട്ടിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ അതിൽ അള്ളാഹു അവന് ഖൈർ നൽകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പിന്നെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതും പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതും തമ്മിൽ വ്യത്യാസവുമുണ്ട്. പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കുമ്പോഴാണ് പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നത്. വീട്ടിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ തനിയെ നമസ്കരിക്കുകയാണ്. അപ്പോൾ അവനവൻ്റെ സൗകര്യമനുസരിച്ച് നമസ്കാരം കൂടുതൽ സമയം ഉപയോഗപ്പെടുത്താം, സൗകര്യമനുസരിച്ചുകൊണ്ട് ആ നമസ്കാരം നിർവഹിക്കാം. അതിനൊക്കെ സാധിക്കുന്നത് വീട്ടിൽ നമസ്കരിക്കുമ്പോഴാണ്. പിന്നെ മറ്റൊരാൾ കാണുവാൻ വേണ്ടിയോ സമൂഹത്തിനു മുമ്പിൽ കാണിക്കുവാൻ വേണ്ടിയോ ആയിരിക്കില്ല വീട്ടിൽ വെച്ചൊരാൾ നമസ്കരിക്കുമ്പോൾ, മറിച്ച് അത് അവന് വേണ്ടി പടച്ചവന് സമർപ്പിക്കുന്ന നമസ്കാരമായിട്ടായിരിക്കും. അപ്പം അങ്ങനെ ആളുകളെ കാണിക്കുവാൻ വേണ്ടി എന്ന റിയാ, പ്രകടനപരത നമസ്കാരത്തെ ബാധിക്കാതിരിക്കുവാനും ഏറ്റവും നല്ലത് വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയും ചെയ്യുന്നതാണ്. അവർ മക്ബറയും മുസ്ലിം വീടും തമ്മിലുള്ള വ്യത്യാസം റസൂൽ പരിചയപ്പെടുത്തിയത് ആ വീട്ടിൽ നമസ്കാരമുണ്ടാകുമെന്നാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യണം, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ കബറിടങ്ങളാക്കരുത് എന്നാണ്. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യണം എന്ന് പറയുമ്പോഴും ഒരു വീട്ടിൽ ഉണ്ടാകേണ്ട ഇബാദത്തിൽ പ്രധാനപ്പെട്ടതായി പ്രവാചകൻ സൂചിപ്പിക്കുന്ന കാര്യമാണത്. സുന്നത്ത് നമസ്കാരം ആ വീട്ടിൽ നടക്കണം. അതേപോലെ തന്നെ ആ വീട്ടിൽ ഖുർആൻ പാരായണം നടക്കണം. ഇത് രണ്ടുമില്ലാത്ത സ്ഥലമാണ് മഖബറ. ഖബറിടത്തിൽ ഖുർആൻ പാരായണമില്ല, അവിടെ നമസ്കാരവുമില്ല. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരു വീട്. അതുകൊണ്ടൊരു മുസ്ലിം വീട് എന്ന് പറയുമ്പോൾ
ആ വീട്ടിൻ്റെ ഒരു സംസ്കാരമായിട്ടുണ്ടാകേണ്ടത് ഖുർആൻ പാരായണവും നമസ്കാരവുമാണ്. അത് വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന രീതിയാണ് പൊതുവിൽ സഹാബികൾക്കെല്ലാം ഉണ്ടായിരുന്നത്. രാത്രി കാലങ്ങളിൽ പല സഹാബികളും താമസിക്കുന്ന വീടിൻ്റെ പരിസരത്തു കൂടെ കടന്നു പോകുമ്പോൾ വീട്ടിൽ വെച്ച് തഹജ്ജുദ് നമസ്കരിക്കുമ്പോഴുള്ള ഖുർആൻ പാരായണം ആളുകൾക്ക് കേൾക്കാമായിരുന്നു എന്നാണ്. അശ്അരി കുടുംബക്കാർ താമസിച്ചിരുന്ന പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് കൂടെ കടന്നു പോകുമ്പോൾ രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം അവർ. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണം, മധുരമായ ആ പാരായണം ആളുകൾ കേട്ടു നിൽക്കാറുണ്ടായിരുന്നു എന്ന് സ്വഹാബികൾ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. കാരണം രാത്രി ശാന്തമായ അന്തരീക്ഷമാണ്. ഓരോരുത്തർക്കും അവരവരുടെ സൗകര്യമനുസരിച്ചും സമയത്തിനനുസരിച്ചും ആരോഗ്യത്തിനനുസരിച്ചും ഖുർആൻ ദീർഘമായി പാരായണം ചെയ്യാനും നമസ്കരിക്കാനും കഴിയുന്ന സമയമാണ്. ആ നിലയ്ക്ക് അവർ രാത്രി തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചിരുന്നു. അപ്പോൾ എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളിലേക്കും പള്ളിയിൽ പോകുന്ന സമ്പ്രദായമല്ല സ്വഹാബികൾക്കിടയിലുള്ളത്. വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന രീതി കൂടി അവർക്കുണ്ടായിരുന്നു. പള്ളിയിൽ പോകാൻ സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ നമസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്ന അവസ്ഥയും ഇല്ല. എന്നാൽ ഫർദ് നമസ്കാരം വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നത് കാരണമുള്ളപ്പോൾ മാത്രമാണ്. ഇപ്പോൾ രോഗമാണ് ഒരാൾക്ക് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. അങ്ങനെ വ്യക്തമായ ന്യായമായ കാരണമുള്ള ആളുകൾക്ക് വീട്ടിൽ വെച്ച് നമസ്കരിക്കാം. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫർദ് നമസ്കാരത്തിന് പള്ളിയിലുള്ള ജമാഅത്തിൽ പങ്കെടുക്കൽ അനിവാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്, അയ്യുഹന്നാസ്, ജനങ്ങളെ സല്ലൂ ഫീ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ നമസ്കരിക്കുക. ഫഇന്ന അഫ്ളല സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി, ഒരു മനുഷ്യൻ്റെ ശ്രേഷ്ഠമായ നമസ്കാരം അവൻ്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ്. ഇല്ലൽ മക്തൂബ, ഫർദ് നമസ്കാരം ഒഴിവേ. ഫർദ് നമസ്കാരം വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന ഒരിക്കലും അതല്ല, ശ്രേഷ്ഠമായതല്ല. അത് പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെ നമസ്കരിക്കേണ്ടതുണ്ട്. കാരണം പള്ളിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് ബാങ്ക് വിളിക്കുന്നത്. അവിടുത്തെ ജമാഅത്തായി നിർവഹിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിക നിയമം. ആ ജമാഅത്തിൽ പങ്കെടുക്കുമ്പോൾ ലഭിക്കുന്ന പുണ്യം ഒരിക്കലും സ്വന്തമായി നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതല്ല. പള്ളിയിൽ വെച്ചുള്ള വലിയ ജമാഅത്തിൽ പങ്കെടുക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലം വീട്ടിൽ ഇനി കുടുംബങ്ങളെ വിളിച്ചുകൂട്ടി ജമാഅത്തായി നമസ്കരിച്ചാലും ലഭിക്കുന്നതല്ല. ആ ഒരു പുണ്യവും മഹത്വവും പള്ളിയിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ആ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണിശമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിൽ ധാരാളം ആളുകൾ ഫർളും സുന്നത്തും വീട്ടിൽ നിസ്കരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. എല്ലാ നിസ്കാരം റൂമിൽ തന്നെ നമസ്കരിച്ച് ശീലിച്ച ആളുകളുമുണ്ട്. വലിയ ഒരു നഷ്ടമാണ് അവരുടെ ജീവിതത്തിലുള്ളത്. ഒരു വർഷക്കാലം ഒരാൾ കൃത്യമായും പള്ളിയിൽ വെച്ച് ജമാഅത്തായി നമസ്കരിച്ചു. മറ്റൊരാൾ 25 കൊല്ലം തൻ്റെ റൂമിൽ വെച്ച് സ്ഥിരമായിട്ട് നിസ്കരിച്ചു. നിസ്കാരം ഒഴിവാക്കിയിട്ടൊന്നുമില്ല. പക്ഷേ ആ 25 കൊല്ലത്തെ ആൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഈ ഒരു വർഷം കൊണ്ട് ഇയാൾ നേടിയത്. അതല്ലെങ്കിൽ 27 വർഷത്തെ പ്രതിഫലമാണ് ഒരു വർഷം കൊണ്ട് ഇയാൾ നേടുന്നത്. അപ്പോൾ ചെറിയ ഒരു നഷ്ടമൊന്നുമല്ല. ഒരു 5-10 റിയാലിൻ്റെ വ്യത്യാസമുണ്ട് എന്ന് കേട്ടാൽ ആ ലാഭം നേടാൻ വേണ്ടി ആളുകൾ തിക്കിത്തിരക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇത് 27 കൊല്ലം എടുത്ത ജോലിയുടെ പ്രതിഫലം ഒരു വർഷം കൊണ്ട് ഒരാൾക്ക് നേടാൻ സാധിക്കുകയാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത്. മറ്റേയാൾ 27 വർഷമായിട്ട് അയാൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഈ ഒരു വർഷം കൊണ്ട് ഇയാൾക്ക് കിട്ടുന്നത്. അപ്പോൾ മറ്റേയാൾക്ക് നഷ്ടപ്പെട്ടത് എത്രയാണ്? വലിയ നഷ്ടമാണ്. ഒരു കൊല്ലം കൊണ്ട് നേടാൻ കഴിയുന്ന കാര്യത്തിന് അയാൾക്ക് 27 വർഷം കാത്തിക്കേണ്ടി വരികയാണ്. അപ്പം അതുകൊണ്ടാണ് ഫർദ് നമസ്കാരം പള്ളിയിൽ നടക്കുന്ന ജമാഅത്തിൽ തന്നെ പങ്കെടുക്കണം. അതിൻ്റെ പുണ്യവും മഹത്വവും അതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുമൊക്കെ ഏറ്റവും അധികം പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞു, ഇല്ലൽ മക്തൂബ, ഫർദ് നമസ്കാരം അതിൽ നിന്ന് ഒഴിവാണ്. അത് വീട്ടിൽ നിന്ന് നിസ്കരിക്കേണ്ടതല്ല, നിർവഹിക്കേണ്ടതല്ല. മറിച്ച് വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നത് സുന്നത്ത് നമസ്കാരങ്ങളായിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നമ്മളെ പഠിപ്പിച്ചു. ഈ സുന്നത്ത് നമസ്കാരങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുബഹിയുടെ സുന്നത്ത്, സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത്. ഇപ്പം യാത്രയിൽ നമ്മൾ സാധാരണഗതിയിൽ ളുഹറും അസ്റും ജമ്മും കസ്റായിട്ട് നിസ്കരിക്കും.
യാത്രക്കാരൻ. അതേപോലെ യാത്രക്കാരൻ ജമ്മും കസറുമായി നമസ്കരിക്കുന്ന മറ്റൊന്നാണ് മഗ്രിബും ഇശാവും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കൂടെയുള്ള റവാത്തിബ് സുന്നത്തില്ല. അപ്പോൾ ളുഹ്ർ നമസ്കാരം 2 റക്അത്ത് നമസ്കരിച്ചു, ഉടനെ ഇഖാമത്ത് വിളിച്ച് അസർ 2 റക്അത്ത് നമസ്കരിക്കുന്നു. അപ്പോൾ ളുഹ്ർ അസറും ജമ്മായിട്ടാണ് യാത്രക്കാരൻ നമസ്കരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ പിന്നെ ളുഹറിൻ്റെ ശേഷമുള്ള സുന്നത്തില്ല, അസറിൻ്റെ മുമ്പുള്ള സുന്നത്തുമില്ല. അതേസമയത്ത് യാത്രക്കാരനാണെങ്കിലും സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിലവിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. യാത്രയിൽ പ്രവാചകൻ ഒഴിവാക്കാതിരുന്ന സുന്നത്താണ് രാത്രിയിലെ വിത്ർ, തഹജ്ജുദ്. അതേപോലെ സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് ഇത് ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല. സുബഹിയുടെ മുമ്പത്തെ സുന്നത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യം പറഞ്ഞത് ഈ ദുനിയാവിലുള്ളതെല്ലാം കിട്ടുന്നതിനേക്കാളും ഖൈറായതാണ് 2 റക്അത്ത് എന്നാണ്. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം. അപ്പോൾ സുബഹിയുടെ ഫർള് നമസ്കരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ അവന് ലഭിക്കുന്ന പ്രതിഫലം അത്രയും പ്രാധാന്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ചെറിയ സൂറത്തുകളിൽ നിന്ന് സുബഹിയുടെ സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നത് ഖുൽ യാ അയ്യുൽ കാഫിറൂന, അതേപോലെ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നീ സൂറത്തുകളാണ് ഈ സുബഹിയുടെ മുമ്പത്തെ സുന്നത്തിൽ ഓതിയിരുന്നത്. സുന്നത്ത് നമസ്കാരത്തിനും ഖുർആനിലെ സൂറത്ത് ഓതൽ സുന്നത്ത് തന്നെയാണ്. ഫർദ് നമസ്കാരത്തിനും സുന്നത്ത് നമസ്കാരത്തിനും നിയമത്തിൽ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒരേപോലെ തന്നെയാണ്. നിസ്കാരം നിർവഹിക്കുന്ന രൂപം ഫർളും സുന്നത്തും ഒരുപോലെയാണ്, ചൊല്ലാനുള്ളതൊക്കെ ഒരുപോലെയാണ്. അതുകൊണ്ട് ഫർളിൽ സൂറത്ത് ഓതുന്നത് പോലെ സുന്നത്ത് നമസ്കാരത്തിനും സൂറത്ത് ഓതുന്ന. പക്ഷെ സുബഹിയുടെ സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യപൂർവ്വം പഠിപ്പിച്ചിട്ടുള്ളതാണ് ഖുൽ യാ അയ്യുൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത്. അതേപോലെ തന്നെ ചിലപ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൂലു ആമന്നാ ബില്ലാ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ 136 ആയത്ത് ഓതാറുണ്ടായിരുന്നു. അതുപോലെ ഖുൽ യാ അഹ്ലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ എന്ന് തുടങ്ങുന്ന ആയത്തുണ്ടല്ലോ, ആൽ ഇംറാനിലെ ആയത്ത്, ആ ആയത്തും പലപ്പോഴും ഓതാറുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആ ആയത്ത് സുബഹിയുടെ സുന്നത്ത് നമസ്കാരത്തിൽ ഓതാറുണ്ടായിരുന്നു. മൊത്തത്തിൽ സാധാരണഗതിയിൽ ഒരാൾ നമസ്കരിക്കുന്ന ആളാണ് സുന്നത്ത്. ഈ റവാത്തിബ് സുന്നത്തുകൾ, ഫർദ് നമസ്കാരത്തിൻ്റെ കൂടെയുള്ള റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിക്കുന്ന ഒരാൾക്ക് കാരണം കൊണ്ട് നഷ്ടപ്പെട്ടെന്ന് വരും. ഉദാഹരണമായി സുബഹിക്ക് നാം പള്ളിയിലേക്ക് എത്തുന്നു, പള്ളിയിലെത്തിയപ്പോൾ ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇഖാമത്ത് വിളിക്കുന്നുണ്ട്. എന്നാൽ ആ ഇഖാമത്ത് വിളിക്കുന്ന സമയത്ത് ഇയാൾ സുബഹിയുടെ സുന്നത്ത് നമസ്കരിക്കാനല്ല ശ്രമിക്കേണ്ടത്, അയാൾ ആ നടക്കുന്ന ജമാഅത്തിൽ പങ്കെടുക്കുക. അങ്ങനെ ആവുമ്പോൾ തുടക്കം മുതലേ ഇമാമിൻ്റെ കൂടെ ജമാഅത്ത് പൂർണ്ണമായിട്ടും അയാൾക്ക് ലഭിക്കും. പൂർണ്ണമായ ജമാഅത്തിന് കിട്ടുന്ന പ്രതിഫലം അയാൾക്ക് ലഭിക്കും. അപ്പോൾ സാധാരണ അയാൾ സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുന്ന ആളാണ്, അന്ന് വൈകിപ്പോയി, അല്ലെങ്കിൽ ജമാഅത്ത് നേരത്തെ തുടങ്ങി, അങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെയാണ് അയാൾ ആ ജമാഅത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം സുബഹിയുടെ മുമ്പത്തെ 2 റക്അത്ത് സുന്നത്ത് പിന്നെ ഖളാ ആയിട്ട് നമസ്കരിക്കുക. നഷ്ടപ്പെട്ട ആ സുന്നത്ത് വീണ്ടെടുക്കാൻ ഇസ്ലാം അവിടെ പ്രത്യേകം അനുവാദം നൽകിയിട്ടുണ്ട്. ചില ആളുകൾ നമുക്ക് കാണാം, അവർ വന്നാൽ ആദ്യം സുന്നത്ത് നിസ്കരിക്കും, ഇഖാമത്ത് വിളിക്കുന്നത് കേട്ടുകൊണ്ട് തന്നെ സുന്നത്ത് നമസ്കരിക്കും, എന്നിട്ട് നമസ്കാരം തീരാറാകുമ്പോഴേക്കും ആ ജമാഅത്തിൽ വന്നു ചേരും. അതല്ല ഇസ്ലാം നിർദ്ദേശിക്കുന്ന മാർഗം. ജമാഅത്താണോ അവിടെ ജമാഅത്തിനാണ് പ്രാധാന്യം, സുന്നത്ത് നമസ്കാരത്തിനല്ല. അതുകൊണ്ട് അവിടെ നമ്മൾ ആ സുന്നത്ത് നമസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കാതെ ജമാഅത്തിന് പങ്കെടുക്കുക. ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ ശേഷം നഷ്ടപ്പെട്ട സുന്നത്ത് പിന്നീട് നിർവഹിക്കുക. ഇതൊക്കെ ഒരു കാരണമുണ്ടായിട്ട് നഷ്ടപ്പെട്ടതാണെങ്കിലാണ്. ഒരു കാരണമല്ലാതെ വെറുതെ വർത്തമാനം പറഞ്ഞ് നിന്നിട്ട് നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. പള്ളിയിൽ നേരത്തെ എത്തിയിട്ടുണ്ട്, എന്നിട്ട് പള്ളീൻ്റെ പുറത്തുനിന്ന് അങ്ങനെ വർത്തമാനം പറയും, വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇഖാമത്ത് വിളിക്കും, പള്ളിയിൽ കയറും. അങ്ങനെ കാരണമില്ലാതെ നഷ്ടപ്പെടുത്തിയാൽ അതിന് പിന്നെ ഖളാഇന് പ്രസക്തിയില്ല. കാരണമുണ്ടായിരിക്കണം, ന്യായമായ കാരണമുണ്ടാകണം. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ നമസ്കാരം ഫർദ് നമസ്കാരത്തിൻ്റെ ശേഷം ഖളാ വീട്ടാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അങ്ങനെ നമസ്കരിച്ച സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ളുഹറിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരമാണ്. അന്ന് സക്കാത്തൊക്കെ വന്ന് അത് കൊടുക്കലും വിതരണം ചെയ്യലും അതുപോലുള്ള കാര്യങ്ങളും
ഒരു മുഴുകിക്കഴിഞ്ഞു. അസർ നമസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെന്ത് ചെയ്യുന്നത്, ഈ നഷ്ടപ്പെട്ട നമസ്കാരം നിർവഹിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയ സുന്നത്തുകൾ പതിവായി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടബോധം വരേണ്ടതില്ല. അത് പരിഹരിക്കാൻ മാർഗം ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഇതുപോലെ സുന്നത്തും ഫർളും നമസ്കരിക്കുന്ന ആളുകൾക്ക് മറ്റൊരു നിർദ്ദേശമുള്ളത്, ഫർള് നമസ്കാരം നിർവഹിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ചില ആളുകൾ സുന്നത്ത് നിസ്കരിക്കും. ആളുകൾക്ക് ആവശ്യമുണ്ടായി എന്ന് വരാം. അങ്ങനെ ഉടനെ തന്നെ സുന്നത്ത് നമസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു പക്ഷേ ആ സ്ഥലത്തു നിന്ന് മാറി നിന്ന് നമസ്കരിക്കുക. ഫർള് നമസ്കരിച്ച സ്ഥലത്തുനിന്ന് മാറി അപ്പുറത്തേക്ക് മാറി നിന്നിട്ട് നമസ്കരിക്കുക. അതല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ മറ്റെന്തെങ്കിലും സംസാരങ്ങൾ ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരു ഫർളും സുന്നത്തും തമ്മിൽ ഒന്ന് വേർപിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകിയത് ചില സ്വഹാബികളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ നമസ്കരിച്ചു ഒരാൾ. അത് നമസ്കരിക്കുന്ന രംഗം മറ്റൊരു സഹാബി കണ്ടു. അപ്പോൾ അദ്ദേഹം ഈ നമസ്കരിച്ച ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയല്ല നീ ചെയ്യേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. ഇദാ സ്വല്ലൈതൽ ജുമുഅ ഫലാ തസിൽഹാ ബിസലാത്തിൻ ഹത്താ തതകല്ലമ ഔ തഖറുജ. ജുമുഅ നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ നമസ്കാരത്തിൻ്റെ കൂടെ മറ്റൊരു നമസ്കാരം ചേർത്ത് നമസ്കരിക്കരുത്. ഹത്താ തതകല്ലമ, വല്ലവും സംസാരിക്കണം. അതല്ലെങ്കിൽ ഔ തഖറുജ, അവിടെ നിന്ന് നീ പുറപ്പെടണം. കാരണം ഫഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറനാ ബിദാലിക അല്ലാ നൂസിര സ്വലാത്തൻ ബിസ്വലാത്തിൻ ഹത്താ നതകല്ലമ ഔ നഖറുജ. ഒരു നമസ്കാരത്തോടൊപ്പം മറ്റൊരു നമസ്കാരം ചേർത്ത് നമസ്കരിക്കരുത് എന്ന് അള്ളാഹു റസൂൽ ഞങ്ങളോട് വിരോധിച്ചിട്ടുണ്ട്. പ്രവാചകൻ അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വല്ലവും സംസാരിക്കുകയോ അതല്ല അവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയോ ചെയ്തുകൊണ്ട് ഒന്ന് വേർപിരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു നിർബന്ധമായ കൽപ്പനയല്ല, നമുക്ക് സാധിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഫർള് നമസ്കരിച്ച ഉടനെ തന്നെ സലാം വീട്ടി അപ്പോൾ തന്നെ എഴുന്നേറ്റ് സുന്നത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ മാറി നിൽക്കുക. അതല്ലെങ്കിൽ മറ്റു വല്ല ദിക്റുകളോ സംസാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ശേഷം നമസ്കരിക്കുക. ചേർത്ത് നമസ്കരിക്കുന്ന രീതിയല്ല വേണ്ടത് എന്ന് പ്രത്യേകമായി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ സുന്നത്ത് നമസ്കാരങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതും അത് നമ്മൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം ഫർള് നമസ്കാരങ്ങൾക്ക് വരുന്ന കുറവുകളോ വീഴ്ചകളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഈ സുന്നത്ത് നമസ്കാരമാണ് ഉണ്ടാവുക. ഫർള് നമസ്കാരം കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് അടുക്കുന്നു. പക്ഷേ ഫർള് കൊണ്ട് മാത്രം പടച്ചവനോട് അടുക്കാൻ ചിലപ്പോൾ കഴിയണം എന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് അടുപ്പമുള്ള ആളുകളെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് അടുക്കുന്നത്? അവൻ ഫർളുകൾക്ക് പുറമെ നവാഫിലുകൾ, സുന്നത്തുകൾ കൂടി നിർവഹിക്കുന്നു. അങ്ങനെ സുന്നത്തുകൾ കൂടി നിർവഹിച്ചിട്ട് അള്ളാഹുവിനോട് ഒരാൾ അടുക്കുന്നു എന്നാണ്. അങ്ങനെയാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ വലിയായി തീരുന്നത്. അവൻ്റെ സാമീപ്യമുള്ള അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മനുഷ്യനായി തീരുന്നത്. ഫർളുകൾ നിർവഹിക്കുന്നുണ്ട്, അതിൻ്റെ പുറമെ സുന്നത്തായ കാര്യങ്ങൾ കൂടി നിർവഹിക്കുന്നുണ്ട്. അതൊരു സുന്നത്ത് നമസ്കാരം മാത്രമല്ല, മറ്റു സുന്നത്തായ കാര്യങ്ങളും. ഒരിക്കൽ റബീഅ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഖിദ്മത്ത് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. പ്രവാചകന് വേണ്ട ഖിദ്മത്തൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വരും, വേണ്ട ഖിദ്മത്തൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബിയ എന്താ വേണ്ട ചോദിച്ചോ എന്ന് പറഞ്ഞാൽ തമറോ ഡ്രസ്സോ അല്ല വല്ല ദീനാറോ ദിർഹമോ അങ്ങനെ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞോ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഞാൻ പറയാം എന്ന് പറഞ്ഞു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്. അതെന്താണ്? സ്വർഗത്തിൽ അങ്ങയോടൊപ്പം എനിക്ക് കഴിയണം. അതിനു വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇതാണ് റബീഅ റളിയല്ലാഹു അൻഹുവിൻ്റെ ആവശ്യം.
അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവഗൈറദാലിക്ക, അതല്ലാത്ത വേറെന്തെങ്കിലും വേണ്ടേ? വല്ല തമറോ വല്ല പൈസയോ അങ്ങനെ എന്തെങ്കിലും ഭൗതിക ഈ ദുനിയാവിൽ നിനക്ക് ജീവിതാവശ്യത്തിന് വേണ്ട വല്ലതും വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അതൊക്കെ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എനിക്ക് തരും. അതൊക്കെ ഈ ദുനിയാവിൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ, ഒന്നും നാളെയും മറ്റന്നാളായിട്ട് തീർന്നില്ലേ. എനിക്ക് വേണ്ടത് പരലോകത്ത് സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ കഴിയണം. അതിനുള്ള പ്രാർത്ഥനയാണ് അങ്ങ് എനിക്ക് വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ അങ്ങനെ ചെയ്യാം, അത് ഞാൻ ചെയ്യാം. പക്ഷെ എന്ത് വേണമെന്നറിയോ? അതിന് നിന്റെ സഹായം ആവശ്യമുണ്ട്. അതിന് നീ എന്നെ സഹായിക്കേണ്ടതുണ്ട്. ഫഅഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, ധാരാളം സുജൂദുകൾ ചെയ്തുകൊണ്ട് നീ എന്നെ സഹായിക്കണം. സുജൂദുകൾ ധാരാളം ചെയ്തുകൊണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞാൽ സുജൂദ് ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യാന്ന അർത്ഥത്തിലല്ല. അറബിയിൽ അങ്ങനെയാണ് പ്രയോഗിച്ചാൽ അതിൻ്റെ ഉദ്ദേശം ധാരാളം സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുക. ഫർദ് നമസ്കാരങ്ങളുടെ പുറമെ സുന്നത്തായ നമസ്കാരങ്ങൾ ധാരാളം നിർവഹിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. എന്നാലേ നീ പറയുന്നത് പോലെ സ്വർഗത്തിൽ ഈ നല്ല സ്ഥാനത്തേക്ക് നിന്നെ എത്തിക്കുവാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഞാനത് ചെയ്യാം, പക്ഷെ നീ ചെയ്യേണ്ടത് എന്താണ്? സുന്നത്തുകൾ നീ വർദ്ധിപ്പിക്കുക എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്ന ഘട്ടങ്ങളിൽ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുക. സുന്നത്താണ്, അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടില്ല. ചെയ്യാത്തതിൻ്റെ പേരിൽ അള്ളാഹ് ചോദിക്കൂല, എന്തേ അത് ചെയ്യാതിരുന്നു, എന്തുകൊണ്ട് ളുഹർ മാത്രം നിസ്കരിച്ചു, ളുഹറിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം എന്തേ നിസ്കരിക്കാതിരുന്ന്, അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുകയോ പരലോകത്ത് അതിൻ്റെ പേരിലൊരു വിചാരണയോ ഉണ്ടാകുന്നതല്ല. അതേ സന്ദർഭത്തിൽ ഈ സുന്നത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ സുന്നത്തിന് പ്രത്യേകം അള്ളാഹു നൽകുന്ന പ്രതിഫലം അത് നമുക്ക് ലഭിക്കുന്നു. അതാണ് ഈ ഹദീസിൽ നമ്മളെ പഠിപ്പിച്ചത്. 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം, ഫർദ് നമസ്കാരത്തിൻ്റെ പുറമെയുള്ള റവാത്തിബ് സുന്നത്ത് നമസ്കാരം ഒരാൾ നിർവഹിച്ചാൽ ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ഭവനം അള്ളാഹു അവന് വേണ്ടി ഒരുക്കുന്നുണ്ട്, നിർമ്മിക്കുന്നുണ്ട് എന്നാണ്. അത് പടച്ചോൻ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അപ്പോൾ ഈ നമസ്കാരം മുഖേന നമുക്ക് ആ പ്രതിഫലം കിട്ടുമെന്നുണ്ടെങ്കിൽ, അത്യാവശ്യവും ധൃതിയുമില്ലാത്ത ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ചും 2 റക്അത്ത് സുന്നത്തും കൂടി നിസ്കരിക്കാൻ ഏറെ സമയമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ആ ഫർദ് നമസ്കരിച്ചതിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് കൂടി നിസ്കരിച്ചേക്കുക. ഇങ്ങനെ ഒരു വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകാമെന്ന് പറയുമ്പോൾ നമ്മളത് നഷ്ടപ്പെടുത്തരുതല്ലോ. അതുകൊണ്ട് ഈ ഫർദ് നമസ്കാരങ്ങളുടെ കൂടെയുള്ള റവാത്തിബ് സുന്നത്തുകൾ അത് നമ്മൾ ശ്രദ്ധിക്കുകയും കഴിയുന്ന സന്ദർഭങ്ങളിലൊക്കെ അത് നിർവഹിക്കുകയും ചെയ്യുക. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നേരത്തെ സൂചിപ്പിച്ച 10 റക്അത്ത്, അതല്ലെങ്കിൽ 12 റക്അത്ത്. ളുഹറിൻ്റെ മുമ്പ് 2, ളുഹറിൻ്റെ ശേഷം 2, മഗ്രിബിൻ്റെ ശേഷം 2, ഇശാക്ക് ശേഷം 2, ഫജ്റിൻ്റെ മുമ്പ് 2. ഇതാണ് 10 റക്അത്ത്. അത് ളുഹറിൻ്റെ ശേഷം 2ഉം 2ഉമായിക്കൊണ്ട് 4 റക്അത്ത് നമസ്കരിക്കുമ്പോഴാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറഞ്ഞ പ്രകാരമുള്ള 12 റക്അത്ത് ആകുന്നത്. ഈ 12 റക്അത്ത് നമസ്കരിക്കുന്നവർക്കാണ് സ്വർഗത്തിൽ ഒരു ഭവനം എന്ന് വാഗ്ദത്തവും നൽകിയിട്ടുള്ളത്. 10 റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും മോക്കതായത്. ഇതേപോലെ അസറിൻ്റെ മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കാം. മഗ്രിബിൻ്റെ മുമ്പ് 2 റക്അത്ത് നമസ്കാരമുണ്ട്. ഇശാക്ക് മുമ്പ് 2 റക്അത്തുണ്ട്. അതും റവാത്തിബ് സുന്നത്തുകൾ തന്നെയാണ്. പക്ഷേ ഈ പറയപ്പെട്ട നമസ്കാരങ്ങൾ അത്ര പ്രാധാന്യം ഇല്ല എന്ന് മാത്രം. അസറിൻ്റെ മുമ്പ് 4 റക്അത്ത് നമസ്കരിക്കുന്നതും ചില റിപ്പോർട്ടുകളിലൊക്കെ വന്നിട്ടുണ്ട്. ചില ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടെങ്കിലും ചില റിപ്പോർട്ടുകളത് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കരിക്കാൻ കഴിയണമെന്നില്ല. എന്നിരുന്നാലും ഈ പ്രധാനപ്പെട്ട നമസ്കാരം കഴിയുന്നതും ഉപേക്ഷ വരുത്താതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ, അത് റവാത്തിബായി തീർന്നാൽ, റാത്തിബത്തായി തീർന്നാൽ, നമ്മുടെ ജീവിതത്തിലെ ഒരു സമ്പ്രദായം പോലെ പതിവായി തീർന്നാൽ, ഒരുപക്ഷെ പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്ക് അവശേഷിക്കുന്ന വലിയ ഒരു പ്രതിഫലത്തിൻ്റെ ശേഖരമായിരിക്കും അത്. ഫർദുകൾക്ക് വന്ന വീഴ്ചകൾ പരിഹരിക്കുവാനും ധാരാളം പ്രതിഫലങ്ങൾ അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കുവാനും ഈ സുന്നത്തുകൾ മുഖേന നമുക്ക് സാധിച്ചു എന്ന് വരും.
അതിനുള്ള ഒരു അവസരമാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല അവനോട് സൽക്കർമ്മങ്ങളിലൂടെയും ഇബാദത്തുകളിലൂടെയും പുണ്യങ്ങൾ നേടി അടുത്തവരായി തീരുവാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ലഭിക്കുന്ന സ്വാലിഹീങ്ങളായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ ലോകത്തും പരലോകത്തും സമാധാനം ലഭ്യമാകുന്ന നല്ലവരെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ കുടുംബാദികളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബർ ജീവിതം അള്ളാഹു സ്വർഗത്തോപ്പാക്കി അനുഗ്രഹിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും അള്ളാഹു സുബ്ഹാനഹു തആല നല്ല പരിഹാരം നൽകി ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.